ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ കാർഷിക ക്ലബ്ബും സംയുക്തമായി ഏർപ്പെടുത്തിയ കുട്ടി കർഷക അവാർഡ് വിതരണം ചെയ്തു. കൃഷിമന്ത്രി പി പ്രസാദ് കുട്ടി കർഷകർക്ക് അവാർഡുകൾ സമ്മാനിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളും ചേർന്ന് നടപ്പിലാക്കിയ കുട്ടി കർഷക അവാർഡ് മന്ത്രി പി പ്രസാദ് വിതരണം ചെയ്തു. നിങ്ങൾ പത്രത്തിൽ ചരമക്കോളം കാണാറുണ്ടോ? പത്രം വായിക്കാറുണ്ടോ? ഒരുപാട് പേരുടെ മരണ വാർത്തകൾ നിങ്ങൾ കേൾക്കാറില്ലേ? നിങ്ങളുടെ വീടിനടുത്ത് ആൾക്കാർ മരിക്കുന്നില്ലേ? 10ാമത്തെ വയസ്സിൽ മരിക്കുന്ന കുട്ടികളുണ്ടോ? അല്ലേ? ഉണ്ടോ? 15 വയസ്സുള്ള ആളുകൾ മരിച്ചത് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം തന്നെ 5 പേർ മരിച്ചില്ലേ? ഒരാൾ കൂടി ഇന്ന് രാവിലെ മരിച്ചു. ഇന്ന് രാവിലെ ആ ചടങ്ങിലെല്ലാം പോയി. അതുകൊണ്ടാണ് എൻ്റെ കുറേ സമയം അവിടെ പോലെ ഇങ്ങനെ മാറി പോകുന്നത്. അതൊരു അപകടത്തിൻ്റെ ഭാഗമായിട്ടാണ്. രോഗം ഒന്ന് മരിക്കുന്നതിനെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ. 30 വയസ്സുകാർ മരിക്കുന്നു, 40 വയസ്സുകാർ മരിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? 50 മരിക്കുന്നു. 40 വയസ്സിന് പറഞ്ഞാൽ നല്ല പ്രായമാവുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ജീവിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പൊ നിങ്ങൾ ജീവിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ കൂടി ജീവിക്കാനാണ് നല്ല ആഗ്രഹം ഉണ്ടായെങ്കിൽ നിങ്ങൾ അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. അതിന് ടിപ്സ് പറയട്ടെ. ഒരു എളുപ്പ വഴി പറയുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് കൂടുതൽ കാലം ജീവിക്കണമെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ്. പറയാവുന്നതാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളിൽ കാർഷിക ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇതിനായി സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ 200ഓളം വിദ്യാർത്ഥികൾ സ്കൂളിലും വീടുകളിലുമായി മികച്ച രീതിയിൽ കൃഷി നടത്തിവരുന്നു. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്ത വിദ്യാർത്ഥികളായ ആര്യദേവ് എസ്, ആദില എസ്, ആമിന അഷറഫ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് അവാർഡും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നൽകിയത്. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 100ഓളം വിദ്യാർത്ഥികൾക്കും കോർഡിനേറ്റർമാർക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. കലാമത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിജയികളായ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലയിൽ മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന സ്കൂളിന് കാർഷിക അവാർഡ് നൽകുമെന്ന് KG രാജേശ്വരി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ് സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക K ഹഫ്സ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, പഞ്ചായത്ത് അംഗം നവാസ് നൈന, കൃഷി ഓഫീസർ റെനി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് CH റഷീദ്, SMC ചെയർമാൻ മുഹമ്മദ് മുസ്തഫ, PTA വൈസ് പ്രസിഡന്റ് ജോസ് ചാക്കോ, SMC വൈസ് ചെയർമാൻ S ഷിഹാബുദ്ദീൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CC നിസാർ, അലിക്കുഞ്ഞ് ആശാൻ, സുനീർ, കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ദീപ ദിലീപ്, KP രാഗിണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. റീന ടീച്ചർ നന്ദി പറഞ്ഞു.